ആഗോള കത്തോലിക്ക സഭ ലോകമെമ്പാടും ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ഏറെ അനുഗ്രഹപ്രദമായ ഒരു ദിനം. നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൂട്ടിയുറപ്പിക്കുന്ന, നമ്മെ മുന്നോട്ട് ചലിപ്പിക്കുന്ന, നമ്മുടെ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന അനുഗ്രഹപ്പെട്ട ദിനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത് വെറും ഒരു ആചാരത്തിന്റെ ദിനമല്ല, അനുഷ്ഠാനത്തിന്റെ ദിനമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കപ്പെടേണ്ട ഒരു ദിനമാണ്. എനിക്കറിയാം, ഇന്ന് 7:15 തുടങ്ങിയ തിരുക്രമങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 10:30 മണിയോടുകൂടി അടുക്കുമ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് മടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരി മലയിലേക്ക് നടന്നു നീങ്ങിയ 3 ആണികളാൽ കഴുമരത്തിൽ തൂങ്ങി മരിക്കപ്പെട്ട സഹനങ്ങളും പീഡകളും ഒന്നും നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സഹനത്തിന്റെ ഒരംശത്തിൽ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്നാണ് ഞാൻ കരുതുക. പണ്ട് ഹൈസ്കൂൾ പഠന കാലഘട്ടത്തില് 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കഥയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കന്മാർക്കെല്ലാം ഈ കഥ സുപരിചിതമായിരിക്കാം. 8B ക്ലാസ്സിലെ ബയോളജി അധ്യാപിക ഒരു ദിവസം തൻ്റെ കുട്ടികളോടായി പറയുകയാണ്, നാളെ നിങ്ങൾ വരുമ്പോൾ വീട്ടിലെ കുളത്തിലോ വയലിലോ തോടിലോ നിന്നൊക്കെ ഒരു തവളയെ പിടിച്ചുകൊണ്ട് വരിക. നിങ്ങൾ കൊണ്ടുവരുന്നതിലെ വെച്ച് ഏറ്റവും വലിയ തവളയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരഞ്ഞെടുത്ത് അതിൻ്റെ ശരീരഭാഗങ്ങൾ കീറി മുറിച്ച് നിങ്ങൾക്ക് തവളയുടെ ശരീരഭാഗങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇത് കേട്ടപ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായി. ആ ക്ലാസ്സിലെ ഉണ്ണിക്കുട്ടന് വളരെയധികം സന്തോഷമായി. കാരണം അവനവൻ്റെ വീട്ടിലെ കുളത്തിൽ കുറെ നാളായി ഒരു വലിയ തവളയെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷത്തോടുകൂടി ഉണ്ണിക്കുട്ടൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തി. പെട്ടെന്ന് കുളക്കരയിൽ ചെന്ന തന്ത്രപൂർവം ആ വലിയ തവളയെ പിടിച്ചു കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ 8B ക്ലാസ് ഏതാണ്ട് 30-ലധികം തവളകളാൽ നിറഞ്ഞു. ബയോളജി അധ്യാപിക കടന്നു വന്ന് ഏറ്റവും വലിയ തവളയെ നോക്കി. ഉണ്ണിക്കുട്ടൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ്റെ ആ വലിയ തവളയെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അതിന്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ നടുക്കെ കീറി മുറിച്ചു. എന്നിട്ട് ബയോളജി അധ്യാപിക കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ അതിനെ തുറന്നു പിടിച്ചു. എന്നിട്ട് അതിന്റെ ശരീരഭാഗങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാത്തിനും ശേഷം അധ്യാപിക ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, ഈ തവള ചത്തിട്ടില്ല, ഇതിനെ ഞാൻ കെട്ടിത്തുന്നിത്തരാം, ഇത് നീ എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ കൊണ്ടിടണം. ഉണ്ണിക്കുട്ടൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ നല്ല ജീവനോടുകൂടെ കൊണ്ടുപോയ തവളയെ പാതി ജീവനുമായി തുന്നിക്കൂട്ടിയ ശരീരവുമായി പിടിച്ച കുളത്തിൽ തന്നെ കൊണ്ടുപോയിട്ടു. അവിടെ ഒരു ദിവസമായി ഈ വലിയ തവളയെ കാണാതിരിക്കുന്ന അതിൻ്റെ ഭാര്യ തവളയും മക്കളും ഉണ്ടായിരുന്നു. കുളത്തിലെ വെള്ളത്തിൽ വീണ തവള പാതി ജീവനുമായി അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ അമ്മയും മക്കളും കാത്തിരിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള ഈ അവസ്ഥ കണ്ടപ്പോൾ ഈ ഭാര്യയും മക്കളും ചോദിക്കുകയാണ്, എന്നെയും നമ്മുടെ മക്കളെയും കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ജീവിതം ഇതുപോലുള്ളൊരു സാഹചര്യത്തെ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു? പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു കഥ മാത്രമാണെങ്കിലും ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇപ്രകാരമാണ്: എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശരീരം കൊണ്ട് അപരൻ എന്തെങ്കിലും നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അതല്ലേ എനിക്ക് ഈ ഭൂമുഖത്ത് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട പ്രവൃത്തി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥ മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം കാൽവരി മലയിൽ കഴുമരത്തിൽ 3 ആണികളാൽ ഇങ്ങനെ തൂക്കപ്പെടുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുവാൻ വാക്കുകളില്ല, അതിനെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. ഒരു നീതിമാനായ മനുഷ്യൻ ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ 2000 വർഷത്തെ ലോകത്തിന്റെ പാരമ്പര്യത്തിൽ ചിന്തിക്കുവാനോ സ്വപ്നം കാണുവാനോ ഇനി അങ്ങോട്ട് നടക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ മഹത്തരമായ ജീവിതത്തെ കുറിച്ച് സാഹിത്യ ലോകത്ത് അറിയപ്പെടുക ഇപ്രകാരമാണ്: എ മിറാക്കുലസ് ഫിനോമിനൻ ഇൻ ദി സ്പിരിച്വൽ വേൾഡ്. ഈ ലോകം കണ്ടിട്ടുള്ളതിലെ വെച്ച് അത്ഭുതകരമായ പ്രതിഭാസം. പ്രിയപ്പെട്ടവരെ, ആ വലിയ വ്യക്തിത്വത്തിന്റെ മരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന അനുഗ്രഹം നിറഞ്ഞ നിമിഷത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ആയിരിക്കുക.
നമ്മൾ രാവിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കുരിശിന്റെ വഴിയും ചൊല്ലി ബദിയടുക്ക പട്ടണത്തിന്റെ ശാന്തസുന്ദരമായ സ്ഥലത്തുകൂടെ എത്ര മനോഹരമായി, എത്ര ശാന്തമായി, എത്ര അച്ചടക്കത്തോടുകൂടെ ഇവിടുത്തെ നാനാജാതി മതസ്ഥർക്ക് മാതൃക നൽകുന്ന തരത്തിൽ ഒരു പരിഹാര പ്രദക്ഷിണം നടത്തി നാം ഇന്നിപ്പോൾ ഈ ആലയത്തിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയെ കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഓർമ്മകളാൽ നിറഞ്ഞ കയാഫാസിനെ കുറിച്ചും പീലാത്തോസിനെ കുറിച്ചും ഹെറോദസിനെ കുറിച്ചുമൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ ഞാൻ അവയിലേക്കൊന്നും കടക്കുന്നില്ല. മറിച്ച് കുരിശിന്റെ വഴിയിൽ നാം ചൊല്ലി ധ്യാനിച്ച് ഇവിടെ പരിഹാര പ്രദക്ഷിണം നടത്തി ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈ 14 സ്ഥലങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ള 1-2 മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുക. കുരിശിന്റെ വഴിയുടെ 4-ാമത്തെ സ്ഥലത്ത് നമ്മൾ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട്. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയെ യോഹന്നാൻ ഏൽപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം അമ്മയായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ദേവാലയത്തിൽ നിന്ന് ഇന്ന് കുരിശിന്റെ വഴി വീണ്ടും ഒരു വർഷവും കൂടി ആചരിക്കുമ്പോൾ ഈ കുരിശിന്റെ വഴി നൽകുന്ന പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് നടക്കണമെന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലും പൈതൃകങ്ങളിലും എല്ലാം അല്ലയോ ക്രിസ്ത്യാനി, നീ കൊന്ത മുറുകെ പിടിക്കണം, മാതാവിനെ മുറുകെ പിടിക്കണം, അമ്മ വഴി യേശുക്രിസ്തുവിലേക്ക് എത്തണമെന്ന് പഠിപ്പിക്കുമ്പോഴും വിശ്വസിപ്പിക്കുമ്പോഴും നാം പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആലയത്തിലായിരിക്കുമ്പോൾ വിചിന്തനം നടത്താം. ഇതെത്രമാത്രം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാവർത്തികമാകുന്നുണ്ട് എന്ന്. വീണ്ടും കുരിശിന്റെ വഴിയുടെ 5-ാം സ്ഥലത്ത് നമ്മൾ ശിമയോനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ സഹായിക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളിൽ, സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിൽ, ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ സഹനങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി അനേകം ശിമയോന്മാരും വെറോനിക്കമാരും ഒക്കെ കടന്നു വരും. പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ കേൾക്കുവാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ സഹായം ചെയ്ത് കടന്നു പോകുമ്പോൾ അവരെ നമ്മൾ മറന്നു പോകുന്നു. ഒരു സഹായത്തിനുള്ള ഉപകരണം മാത്രമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശിമയോനെയും വെറോനിക്കമാരെയും നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിൽ, ദുരിതം നിറഞ്ഞ നിമിഷങ്ങളിൽ, ഞാൻ തകർന്നു പോയ നിമിഷങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മളെ ഈ നിലവിൽ എത്തിച്ച നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരന്മാരെ, നിർണായക നിമിഷങ്ങളിൽ നമ്മളെ സഹായിച്ച സുഹൃത്തുക്കളെ, നമുക്കറിവിന്റെ ആദ്യാക്ഷരം പകർന്നു തന്ന അധ്യാപകരെ, ആത്മീയ മേഖലകളിലും ജീവിത മേഖലകളിലും തകർന്നു പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വൈദികര സന്യസ്തരെ, മറ്റൽമായ പ്രവർത്തകരെ എല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. വീണ്ടും കുരിശിന്റെ വഴിയുടെ 14-ാം സ്ഥലത്തേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അവിടെ നിക്കോദേമോസിനെയും അരിമത്തയക്കാരൻ ജോസഫിനെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈശോയുടെ മൃതശരീരം ഏറ്റുവാങ്ങി അവർ സംസ്കരിക്കുകയാണ്. ചരിത്രം പറയുക, അതുവരെ അവർക്ക് ഭയമായിരുന്നു. വിശ്വാസം ഹെറോദീസിന്റെ പട്ടാളത്തിന്റെ മുമ്പിലും ജനക്കൂട്ടത്തിന്റെ മുമ്പിലും ഏറ്റുപറയുവാൻ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ഈശോയുടെ കുരിശിലെ ശാന്തത നിറഞ്ഞ മരണം കണ്ടപ്പോൾ അവർ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് യേശുക്രിസ്തുവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയും സമൂഹവും സമുദായവും എല്ലാം സങ്കടങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വഴിക്കവലകളിലും വീട്ടിലെ അന്തിച്ചർച്ചകളിലും ഒക്കെ ഇരുന്നു കൊണ്ട് സഭയെയും സമുദായത്തെയും നമ്മുടെ കൂട്ടായ്മയെയും ഒക്കെ കുറ്റം പറയുന്നവരാണോ നമ്മളെന്ന് നമുക്ക് വിചിന്തനം നടത്താം. ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ,
ലബനോന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഖലീൽ ജിബ്രാൻ ദുഃഖവെള്ളി ആചരണത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഇന്ന് ആഗോള ക്രിസ്ത്യാനികൾ ദുഃഖവെള്ളി ആചരിക്കും. വളരെ ഭക്തിയോടും വലിയ ആദരവോടും കൂടെ കുരിശിന്റെ വഴികളിലും പ്രാർത്ഥനകളിലും ഇന്നവർ പങ്കെടുക്കും. എന്നാൽ ഇന്ന് വൈകുന്നേരം നിശയുടെ വിരി വീഴുമ്പോൾ അവരവരുടെ സാധാരണ ജീവിതങ്ങളിലേക്കും അലസതകളിലേക്കും വീണ്ടും കടന്നുപോകും. സ്ത്രീജനങ്ങൾ കുരിശിന് ചുവട്ടിൽ നിന്ന സ്ത്രീകളെ പോലെ വളരെ സങ്കടത്തോടുകൂടെ ഈശോയുടെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ കാൽപാദം കഴുകിയ മഗ്ദലന മറിയത്തെ പോലെ വലിയ ദുഃഖത്തോടുകൂടെ സ്ത്രീകൾ ഇന്നായിരിക്കും. ഇന്ന് വൈകുന്നേരം നിശയുടെ വിരി വീഴുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളിലേക്കും ജീവിത വ്യഗ്രതകളിലേക്കും കടന്നുപോകും. യുവതീവാക്കന്മാർ 33 വയസ്സ് മാത്രമുള്ള യേശുക്രിസ്തു 3 ആണികളാൽ കഴുമരത്തിൽ തൂക്കപ്പെട്ടതിനെ ഓർത്ത് അതീവ ദുഃഖത്തോടെ ഇന്നത്തെ ദിവസത്തിൽ കടന്നുപോകും. ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കെടുക്കും. നിശയുടെ വിരി വീഴുമ്പോൾ അവരും അവരുടെ തിരക്കുകളിലേക്കും അലസതകളിലേക്കും വീണ്ടും കടന്നുപോകും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ എത്രയോ ദുഃഖവെള്ളികൾ ഇന്ന് വരെ ആചരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ വിചിന്തനം നടത്താം, ആത്മപരിശോധന നടത്താം. ആ ദുഃഖവെള്ളി ആചരണങ്ങളൊക്കെ എത്രമാത്രം എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മീയ ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കാതെ, നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ തൊടാതെ മുന്നോട്ട് പോകുന്ന ദുഃഖവെള്ളി ആചരണങ്ങളൊന്നും അതിൻ്റെ പരിപൂർണ അർത്ഥത്തിലെത്തുകയില്ല എന്ന് ആണ് ഈ ദുഃഖവെള്ളി നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോയുടെ തിരുശരീരം മുത്തുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കട്ടെ. പുതിയൊരു മനുഷ്യനായി രൂപപ്പെടുന്നതിന് വേണ്ടി, സ്നേഹത്തിന്റെ ഒരു വ്യക്തിത്വമായി മാറുന്നതിന് വേണ്ടി, സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിലെ സംഘർഷങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം കർത്താവിന്റെ നന്മയാണെന്ന് കരുതി, അവന് വലിയ പദ്ധതിയുണ്ടെന്ന് കരുതി സ്വീകരിച്ച് അവനിൽ ആശ്രയം വയ്ക്കുവാൻ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജനക്കൂട്ടത്തിൽ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം ജനക്കൂട്ടം അവനെ അനുഗമിച്ചിരുന്നു. ചരിത്രം പറയുക, അവയിൽ ഭൂരിഭാഗം പേരും നിസ്സംഗരായിരുന്നു. കുറച്ചുപേര് സങ്കടപ്പെട്ടിരുന്നു. മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും യോഹന്നാനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റു പലരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിചിന്തനം നടത്താം. ഞാൻ ആരുടെ ഒപ്പമാണ്? നമ്മളും ജനക്കൂട്ടത്തിൽ ഒരാളാണ്. നിസ്സംഗരായ ജനങ്ങളോടൊപ്പമാണോ? സങ്കടം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമാണോ? പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടു കൂടിയാണോ? ഈശോയുടെ അവസ്ഥ കണ്ട് കൂടെ ഉണ്ടായിരുന്ന യോഹന്നാന്റെ മനോഭാവത്തോടു കൂടിയായിരുന്നു. ഓർക്കുക, ജനക്കൂട്ടത്തിൽ നിന്ന് അവന്റെ വിരുമാറിൽ സ്പർശിച്ച രക്തസ്രാവ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. കുരിശിന്റെ ഒരു അറ്റത്തവനോടൊപ്പം തൂക്കപ്പെട്ട നല്ല കള്ളൻ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ രക്ഷയിലേക്ക് അവനും പ്രവേശിച്ചു. നമുക്ക് ഈ രക്ഷയുടെ ദൗത്യത്തിലേക്ക്, ഈശോ നൽകുന്ന രക്ഷയുടെ വിളിയിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമ്മുടെ എല്ലാ നല്ല നിയോഗങ്ങളുടെ മേലും, നമ്മളുടെ കുടുംബ ജീവിതങ്ങളുടെ മേലും, വ്യക്തി ജീവിതങ്ങളുടെ മേലും, പഠന മേഖലകളുടെ മേലും എല്ലാം അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. ആമേൻ.